അപ്പൊ തുടർച്ചയായ പാക് പ്രകോപനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ദീർഘദൂര പ്രിസിഷൻ മിസൈലുകളായ ബ്രഹ്മോസിന്റെ പുതിയ യൂണിറ്റ് തയ്യാറാക്കുന്നത്. ശനിയാഴ്ച പാകിസ്ഥാനിലെ പ്രധാന വ്യോമ താവളങ്ങളും റഡാർ കേന്ദ്രങ്ങളും തകർത്ത ഇന്ത്യ ഹാമർ സ്കാൽപ് മിസൈലുകൾക്കൊപ്പം ബ്രഹ്മോസ് മിസൈലുകളും പ്രയോഗിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നാലെ ഇന്ത്യയുടെ S-400 ബ്രഹ്മോസ് മിസൈൽ താവളങ്ങൾ തകർത്തുവെന്ന് പാകിസ്ഥാനും അവകാശപ്പെട്ടു. എന്നാൽ ഈ അവകാശവാദം ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ തള്ളി എന്നുള്ളതാണ്. പണി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു എവിഡൻസ് ഇന്നിപ്പോ ഒരു ന്യൂസിൽ കണ്ടിരുന്നു. പക്ഷേ മിന്നലാക്രമണത്തിൽ ഈ വിഷയങ്ങൾ കൂടുതൽ പറയുമ്പോൾ വീണ്ടും വലിയ ശക്തമായ രൂപത്തിൽ തന്നെ യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തെ മായ്ച്ചു കളഞ്ഞു. സമാധാന അന്തരീക്ഷത്തിലൂടെ നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നവുമുണ്ടാകാതെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു തീരുമാനത്തെ സ്വാഗതാർഹമാണ്. നരേന്ദ്രമോദി ആ ഒരു ട്രംപിന്റെ വാക്കുകളും ഒക്കെ ഏറ്റെടുത്ത് ഇനി നമുക്ക് പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നുള്ള നിലപാടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ ശശി തരൂർ, ഞാൻ ഒരു ലോങ് ആയിട്ട് ഒരൊറ്റ വാക്കുകൾ അങ്ങോട്ട് വായിച്ചു വിടാം. ശശി തരൂര് ഒരു എന്താ പറയാ, ഞാൻ ആ വിഷയം നാളെ പറയാം. അതൊന്നും കൂടിയും മനസ്സിലാക്കാനുണ്ട് ആ വിഷയത്തെക്കുറിച്ച്. കാരണം ഒരു ആദ്യം നരേന്ദ്രമോദി സാഹിബിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, പിന്നീട് അത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രൂപത്തിലും സംസാരിച്ച ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു. അത് സത്യമാണ് എന്നുള്ളത് പല ന്യൂസുകളും നമ്മൾ വായിച്ചു നോക്കുമ്പോഴും അതുപോലെ തന്നെ TV-യിലെ ന്യൂസ് നോക്കുമ്പോഴും മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ റഫാൽ യുദ്ധവിമാനം പറത്തുന്ന ഇന്ത്യയിലെ ഏക വനിതാ പൈലറ്റായ ശിവാംഗി സിംഗിന്റെ ലക്ഷ്യം ബഹിരാകാശം എന്നുള്ളതാണ്. കംപ്ലീറ്റ് വനിതകളെയാണ് ആ ഒരു ഉന്നത പദവിയിൽ രാജ്യം കൊണ്ടെത്തിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോ ഭാരത് മാത എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ എടുത്തുകൊണ്ട് ഈ രാജ്യം മാതാവാകാൻ യോഗ്യതയുള്ള വനിതകൾക്കാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. രാജ്യത്തിന്റെ കെട്ടുറപ്പ് ഇനി വനിതകളിലൂടെയായിരിക്കും. നമ്മളൊന്ന് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്താൽ മതി. അപ്പോ സ്ത്രീകൾ ഒട്ടുമിക്ക ആ ഒരു പുരുഷന്മാരുടെ ചിന്തയിൽ സ്ത്രീകൾ വീടിന്റെ അകത്തളത്തിലിരിക്കേണ്ട ആളുകളാണ്. സ്ത്രീകൾ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു മനുഷ്യ ജീവിയാണ് എന്ന് കാണുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നും നമ്മുടെയൊക്കെ ഈ ഒരു ലോകം തന്നെ കീഴടക്കാൻ ആ ഒരു ധൈര്യവും അതുപോലെ തന്നെ ബുദ്ധിയും ഈ പറയുന്ന വനിതകൾക്കുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത് ഇത്തരം വിഷയങ്ങളിലൂടെയാണ്. അപ്പോ കഴിഞ്ഞ തവണ ഇറാനെ ലക്ഷ്യമിട്ട് പറന്നു വന്ന ഇസ്രായേലിന്റെ ആ ഒരു പൈലറ്റുമാർ അവരും ഈ പറയുന്നത് പോലെ വനിതകളായിരുന്നു. നല്ല ആർജവും ഉശിരുമുള്ള സ്ത്രീകൾ തന്നെയായിരുന്നു. അപ്പൊ ഇനിയുള്ള ആ ഒരു ഇന്ത്യയുടെ നീക്കം ഇപ്പോ മറ്റൊരു ന്യൂസ് പോലെ ഒരു സംഭവം കണ്ടിരുന്നു. സത്യമാണോ എന്തോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ യുദ്ധം തുടങ്ങി അവസാനിച്ചു എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും പണം അപഹരിച്ചെടുക്കാൻ വേണ്ടിയാണോ അതല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ആ ഒരു രീതിയിലൂടെയാണോ ഈ കാര്യങ്ങൾ എന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല. എന്നാലും അറിയുന്നവർ, എൻ്റെ ലൈവ് കാണുന്ന ആളുകൾ ആരെങ്കിലും ഇത്
ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ആ ഒരു നീക്കത്തിലൂടെയാണ് ഇന്ത്യയിലുള്ള ഒട്ടനവധി ആളുകളും 21,500 21,000 രൂപയോ ഈ ഗവൺമെന്റിന്റെ ആ ഒരു സൈറ്റ് അവർ പറയുന്നുണ്ട്. അതില് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് 1.5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ എത്തുമെന്ന് പറയും. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെയൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് ഈ യുദ്ധത്തിന്റെ ഈ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, നമ്മൾ കുറച്ച് പൈസ ഉള്ള ആളുകളാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചിലപ്പോൾ ലക്ഷങ്ങൾ ചെലവഴിക്കാൻ നമ്മൾ ചിലപ്പോൾ തീരുമാനിക്കും. ആ സ്പോട്ടിലായിരിക്കും എന്ത് വന്നാലും വേണ്ടില്ല, എൻ്റെ രാജ്യത്തിന് വേണ്ടിയല്ലേ, എൻ്റെ മുഴുവൻ സ്വത്തും ഞാൻ കൊടുക്കാം എന്ന് പറയുന്ന ആളുകളുണ്ടാകും. അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ഞാനും. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത്. ആ രാജ്യത്തിന് വേണ്ടി ഒരു പടയാളിയാകാൻ ഈ പ്രായം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ ഈ രാജ്യത്തിന്റെ പടനായകന്മാരാക്കി മാറ്റാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണ്. അപ്പൊ അവർക്ക് ഏത് രൂപത്തിലൂടെയാണ് ഇന്ത്യൻ മിലിറ്ററിയെ സഹായിക്കാൻ കഴിയുക? ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്, ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ ഏത് മേഖലയിലാണ് കാവൽ പട്ടാളം ആകേണ്ടത് എന്നുള്ളത് അവർ പലതവണ നമ്മളോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അപ്പൊ ഞങ്ങൾക്ക് അറിയുന്ന ആ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന രൂപത്തിലൂടെയാണ് ആ ഒരു മിലിറ്ററിയുടെ ആ ഒരു ജോലി കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളുടെ ആ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ 10th വരെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജോബ് കിട്ടും. +2 ആണെങ്കിൽ അങ്ങനെ. ഡിഗ്രി ലെവലിൽ പോകുമ്പോൾ അതിന് ജോബ് വേറെ കിട്ടും. ഇങ്ങനെ ഓരോ തസ്തികയിലൂടെയാണ് ആ ഒരു മിലിറ്ററിയുടെ ജോലികൾ എന്ന് കേൾക്കുമ്പോൾ നാവികസേന, വ്യോമസേന, കരസേന, ഈ ഒരു 3 രീതിയിൽ കൂടി അതിൽ ഏതൊക്കെ മേഖലയിലേക്കാണ് ആളുകളെ വേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ അവർ സെലക്ട് ചെയ്ത് കുട്ടികളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് മേഖലയിലായാലും നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആ ഒരു സേവനം അനുഷ്ഠിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു സേനയോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കാരണം ഇന്ന് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പൊ പാകിസ്ഥാന്റെ അതല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ ആ ഒരു കരസേന എന്ന് പറയുന്ന ആ ഒരു മിലിറ്ററി സൈന്യം നമ്മുടെ രാജ്യത്തേക്ക് ഇരച്ച് കയറുകയാണ് എന്ന് ചിന്തിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈന്യത്തെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കുക? ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള പോലീസുകാർക്ക് കഴിയില്ല, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കഴിയില്ല. അവിടെയും മിലിറ്ററി തന്നെ വേണം ഇവരെ നേരിടാൻ. കാരണം ഇവരുടെ കയ്യിൽ വലിയ ആ ഒരു രൂപത്തിലുള്ള ആയുധങ്ങൾ തന്നെയായിരിക്കും. ഒരു 100 പേരെയെങ്കിലും ഒറ്റയടിക്ക് തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ശേഷിയുള്ള ആ ഒരു വെട്ടിക്കോപ്പുകളോടുകൂടി തന്നെയായിരിക്കും മറ്റൊരു രാജ്യത്തിന്റെ മിലിറ്ററി നമ്മുടെ രാജ്യത്തേക്ക് കയറുമ്പോൾ. അപ്പോ ഇന്ത്യയുടെ ആ ഒരു മാപ്പ് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അറേബ്യൻ കടലിലൂടെയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലൂടെയും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു കേരളവും തമിഴ്നാടും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് കയറിക്കൂടാൻ ഒരു പ്രയാസമില്ല. പക്ഷേ നമ്മുടെ നാവികസേന സ്ട്രോങ് ആണ്. ഇപ്പോ ഈ പറയുന്ന നമ്മുടെ കൊച്ചിയിൽ ഉണ്ടാക്കിയതായിട്ടുള്ള വിക്രാന്ത് പോയിട്ടാണ് പാകിസ്ഥാന്റെ ഹൃദയം തകർത്ത് തിരിച്ച് നിൽക്കുന്നത്. അപ്പോൾ അത്രയും കരുത്തുള്ള നാവികസേനയുടെ ആ ഒരു നോട്ടം ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ സ്വസ്ഥമായിട്ട് സമാധാനത്തോടുകൂടി കേരളത്തിലുള്ള ജനങ്ങളും അതുപോലെ തമിഴ്നാട് പ്രദേശങ്ങളിലുമുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധൈര്യത്തോടു കൂടി ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. യെസ് 400, യെസ്, അതെ, യെസ്. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്, നമസ്കാരം. ഈ സമയം ഞാൻ ഇപ്പോൾ ഈ ബ്രഹ്മോസ് നെക്സ്റ്റ് അതിനെ കുറിച്ചാണ് കാര്യങ്ങൾ സംസാരിച്ചത്. നരേന്ദ്രമോദി സാഹിബിന്റെ ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനമാണ്.
ആ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മനസ്സമാധാനത്തോടു കൂടി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനല്ല, ഇനി ഏത് രാജ്യവും നമ്മുടെ രാജ്യത്തോടു കൂടി മുട്ടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആയുധ സന്നാഹത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രാജ്യം ഇനിയുള്ള കാലം മുന്നോട്ട് ചലിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഇന്ത്യയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു പ്രതിരോധവും അതുപോലെ തന്നെ ആ ഒരു ഫൈറ്റും കാണുമ്പോൾ നമ്മൾ ഓരോ ഇന്ത്യൻസിനും അഭിമാനമാണ് തോന്നുന്നത്. കാരണം നമ്മുടെ രാജ്യം നല്ല കരുത്തുറ്റ ആ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയാണ്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. പല ആളുകളുടെയും അനാവശ്യ രൂപത്തിലുള്ള സംസാരങ്ങൾ കേട്ടിട്ട് പോലും അതിനെയൊന്നും വകവെക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ വിജയത്തിന് വേണ്ടി ആ ഒരു സമയവും സന്ദർഭവും നിശ്ചയിച്ചുകൊണ്ട് സൈന്യത്തിന് ധൈര്യം പകർന്നു കൊടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരിക്കൽ കൂടി ആ ഒരു കൂപ്പുകൈയോടുകൂടി നമ്മൾ കാണുന്നു. ഞാൻ കാണുന്നു. നിങ്ങളും അതുപോലെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബൈ.